ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് നമുക്ക് കുക്കറിൽ മുട്ട പപ്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്. ഞാൻ കുറച്ച് ചതച്ചെടുത്തതാണ് ചേർത്തിരിക്കുന്നത്. ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്താലും മതിയാകും. പിന്നെ ഞാനിവിടെ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഇത് ചേർക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഞാനൊരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഒരു അടപ്പ് കൊണ്ട് അടച്ച് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മതിയാകും. ഇതിലോട്ട് നമ്മൾ ഉപ്പ് ഇതുവരെയും ചേർത്തിട്ടില്ല. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു പൊട്ടറ്റോ ആണ് ചേർക്കുന്നത്. അതൊന്ന് അവിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ പീസുകളാക്കിയതാണ്. ഇതിനെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ പൊടിച്ചതിൽ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ ചെറിയ ടേബിൾ സ്പൂണിൽ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് പെരുംജീരകപ്പൊടിയാണ്, വലിയ ജീരകപ്പൊടിയാണ്. അത് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മല്ലിയില, കറിവേപ്പില അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് മയപ്പെടുത്തി എടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കുറച്ചുകൂടി. അതിനുവേണ്ടി ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് തിളച്ച് വേകട്ടെ. ഇപ്പോൾ അതൊന്ന് തയ്യാറായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മതിയാകും. ഈ മസാല നല്ലതുപോലെ തണുക്കാൻ മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് പപ്സ് തയ്യാറാക്കാനുള്ള മാവാണ് ശരിയാക്കി എടുക്കാനുള്ള. മൈദ മാവിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇതിന് പകരം ഗോതമ്പ് മാവ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലത്തെ കപ്പിൽ 1/2 കപ്പ് മാവാണ് എടുക്കുന്നത്. 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ബട്ടറാണ്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാനൊരു 2 പീസ് ബട്ടർ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അതും ഉപ്പും എല്ലാം കൂടി മാവും കൂടി നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കും പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് ഇതിലെടുത്തിരിക്കുന്നത്. അധികം തിളച്ച വെള്ളമല്ല, ഇളം ചൂടേ ഉള്ളൂ ഈ വെള്ളത്തിന്. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് ഏതാണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ വെച്ച് തന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. അടുത്തതായി ഈ മാവിനെ ഞാൻ 2ആക്കി തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗം നമുക്കിതിൽ വയ്ക്കാം. ഒരു ഭാഗത്തിനെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുന്നതിന് മുന്നേ അതിൽ ഞാൻ 4ആക്കി മാറ്റുകയാണ് ചെയ്യണത്. കുറച്ച് മൈദപ്പൊടി ഇട്ട് ഇതിലോട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കത് 4 ഉരുളകളാക്കി എടുക്കണം.
ഇതുപോലെ 4 ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഒന്ന് പരത്തിയെടുക്കണം. നല്ലതുപോലെ അങ്ങ് വലുതാക്കി പരത്തേണ്ട ആവശ്യമില്ല. ഇത്രയും മതിയാകും. ഇതേ അളവിനാണ് ഞാൻ എടുക്കുന്നത്. എല്ലാ ഭാഗവും എല്ലാം ഇതുപോലെ ഇതേ അളവിന് ഇതേ കട്ടിക്ക്, കുറച്ച് കട്ടിക്കാണ് ഞാൻ ഇത് പരത്തി എടുത്തിരിക്കുന്നത്. ഇതുപോലെ പരത്തിയെടുക്കാം. ഞാനിവിടെ എല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ കനത്തിലാണ് ഞാൻ പരത്തി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരെണ്ണം ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഒന്നുകിൽ എണ്ണ, അല്ലെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ ബട്ടർ, ഇത് ഏതെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇതിൽ മൊത്തമായിട്ട്. നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ മീതെ വയ്ക്കാം. ഇതിലും കുറച്ച് നമുക്ക് എണ്ണയോ ബട്ടറോ എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഇടണം. നമുക്ക് 4ഉം ഇതുപോലെ ഇതേ രീതിയിൽ ചെയ്തെടുക്കണം. എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചധികം മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ, അധികം അമർത്തി പരത്താതെ ചെറിയ രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കുക, തിരിച്ചും മറിച്ചൊക്കെ ഇട്ട്. മാക്സിമം നമ്മൾ നൈസാക്കി പരത്താൻ ശ്രമിക്കുക. ഇതിനി മതിയാകും. ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഒരു ഷേപ്പ് വരാൻ വേണ്ടി സൈഡിലൊക്കെ ഉള്ളത് കോണിയൊക്കെ ഇരിക്കുന്നതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നാല് സൈഡും ഇതുപോലെ ചെറിയ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കുറച്ചുകൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഒന്ന് കറക്റ്റ് അളവിന് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ സെൻറ്ററിൽ നിന്ന് ഒരു വര കൊടുത്ത് മാവ് രണ്ടാക്കി എടുക്കാം. ഇനി നമുക്കിത് ചെറിയ പപ്സ് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏത് അളവിൽ വേണമെങ്കിലും തയ്യാറാക്കാം. ഞാൻ ഒരു ചെറിയ രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇതിന് ഞാൻ മൊത്തം ടോട്ടൽ 6 പീസ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നടുക്കുന്നും കൂടെ ഒന്ന്. അപ്പോൾ നമുക്ക് ഈ ഇതിൽ നിന്ന് 6 പപ്സ് തയ്യാറാക്കാൻ പറ്റും. നമുക്കിനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട പപ്സിൻ്റെ മസാല ആദ്യം നമുക്ക് വെച്ച് കൊടുക്കാം. അത് നല്ല തണുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം വയ്ക്കാവുന്നതാണ്.
ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ചിക്കൻ പപ്സും നമുക്ക് വെജിറ്റബിൾ വേണമെങ്കിൽ അത് മാത്രമായിട്ടും ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ മുട്ടയാണ് വെക്കുന്നത്. മസാല വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ഓരോന്നിലും കുറച്ച് വീതം മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. പകരം കറിവേപ്പില വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. മല്ലിയിലയും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി മുട്ട വെച്ച് കൊടുക്കണം. മുട്ട ഞാൻ ഒരു മുട്ടയെ രണ്ടാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ പകുതി വീതം ഇതുപോലെ കമഴ്ത്തി ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഒരു മുട്ട വേണമെങ്കിലും എടുക്കാം, ഇതിൻ്റെയും പകുതി വേണമെങ്കിലും എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഞാൻ ഇതിപ്പോൾ ചെറുതായിട്ടാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് പകുതിയാണ് ഇതിൽ വെക്കുന്നത്. ഇനി നമുക്ക് മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യം ഈ ഒരെണ്ണത്തിനെ ഞാൻ ആദ്യം ഇതുപോലെ കോണിച്ച് ഒന്ന് വെച്ച് കൊടുക്കുക. രണ്ട് ഭാഗവും പിടിച്ച് കോണിച്ച് വെച്ച് കൊടുക്കുക. മാവായതുകൊണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ പ്രസ്സാക്കിയാൽ തന്നെ അത് അനങ്ങാതെ ഇരിക്കുകയും ചെയ്യും. അതുപോലെ ഇപ്പുറത്തെ ഭാഗവും ഇതുപോലെ കോണിച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇടയ്ക്കുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ രണ്ട് സൈഡിലെയും മാവിനെ തമ്മിൽ ഒട്ടിപ്പിച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കുക. നമ്മുടെ മുട്ട പപ്സ് നല്ല രീതിയിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ ആദ്യം എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഒന്നും കൂടി കാണിക്കാം. ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ചേർത്ത് ഒന്ന് കോണിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ കോണിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ മാവായതുകൊണ്ട് ഇങ്ങനെ രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ച് വെച്ച് കൊടുത്താൽ മതിയാകും. ഇത് നല്ലതുപോലെ നല്ല രീതിയിൽ ഇളകിയൊന്നും വരാതെ നല്ല രീതിയിലിരിക്കും. ഞാനിവിടെ 6 ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും ബാക്കി പകുതി മാവും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്കിതിൽ വേണ്ട ഞാനൊരു മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ പപ്സിൻ്റെ കൂട്ടിലും നമ്മളിതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ എടുക്കാം. കുക്കർ ഞാനൊന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളമൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണയോ ബട്ടറോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് എണ്ണയും അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൽ എണ്ണ മാത്രം വേണമെങ്കിൽ എടുക്കാം, ബട്ടർ മാത്രം വേണമെങ്കിലും എടുക്കാം, നെയ്യും ഇതിനെടുക്കാം. പിന്നെ ഏത് തരത്തിലുള്ള ഓയിലായാലും കുഴപ്പമില്ല. കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ചെറിയ രീതിയിൽ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഇത് 5 ലിറ്ററിൻ്റെ കുക്കർ ആയതുകൊണ്ട് ഞാൻ 6 പപ്സ് ഇതിലോട്ട് വെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ കുക്കറാണെങ്കിൽ 2 വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ 6 വെച്ചതിന് ശേഷം നമുക്ക് ഇനി അടപ്പുകൊണ്ട് അടച്ചു കൊടുക്കാം. വിസിലും ഇതിലോട്ട് വെച്ച് കൊടുക്കുക. വിസിൽ മാറ്റരുത്, അതിൻ്റെ എയറൊന്നും വെളിയിൽ പോവാതെ നല്ലതുപോലെ നെരുക്കി അടച്ചു കൊടുക്കുക. അടച്ചു കൊടുത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇത് ഞാൻ ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് മൊരിഞ്ഞും കിട്ടും. ഇനി എടുക്കുമ്പോൾ നമുക്ക് ഈ കുക്കറിൽ നിൽക്കുന്ന എയർ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് അടപ്പ് തുറന്നെടുക്കാൻ. ഇതുപോലെ തുറന്നെടുക്കുക. ഇതിന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ചെറുതായിട്ടേ മുരിഞ്ഞിട്ടുള്ളൂ. എല്ലാ പപ്സും നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത ഭാഗം മുരിയാൻ വേണ്ടി നമുക്ക് വീണ്ടും അടപ്പ് വയ്ക്കുക. അതുപോലെ തന്നെ അതിൽ വിസിലും വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് തീരെ ഈ വലിയ കുക്കറൊക്കെ ആയതുകൊണ്ട് തീരെ തീ കുറഞ്ഞു പോയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് കൂട്ടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ടതാണ്. ഇനി ഇതാ വീണ്ടും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ നോക്കണം, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇത് വീണ്ടും ഞാൻ തിരിച്ചും മറിച്ചൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോ സൈഡും അതുപോലെ ഏത് ഭാഗം മൊരിയണം അത് നമുക്കിതുപോലെ കമഴ്ത്തി വെച്ചിട്ട് അടച്ച് തന്നെ വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മുട്ട പപ്സ് ഓരോന്നും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ മതിയാവും. കുറച്ചുകൂടി മൊരിയണം എന്നുണ്ടെങ്കിൽ മൊരിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ പപ്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും പ്ലേറ്റിലോട്ട് എടുത്ത് വയ്ക്കാം. വളരെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓവനില്ലാതെ കുക്കറിൽ തയ്യാറാക്കിയ നമ്മുടെ ഈ എഗ് പപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.